ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലത്തെ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏത് റിബണാണ് എടുക്കണത്, എത്ര സെൻറ്റിമീറ്ററാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഈ ഫ്ലവേഴ്സ് ഇപ്പം നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിനകത്ത് അല്ലെങ്കിൽ ടിക് ടാക്കിനകത്ത്, ഇനി അതും അല്ലെങ്കിൽ ഹെയർ ബോയ്ക്കകത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നത്, ഒത്തിരി കഷ്ടപ്പാടൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറീസാണിത്. ഇതിനെന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രോസ് ഗ്രെയിൻ്റെ റിബണാണ്. അത് 2.5 സെൻറ്റിമീറ്റർ വീതി, 4 സെൻറ്റിമീറ്റർ നീളമാണ് ഇതിനെടുത്തിരിക്കുന്നത്. അതേപോലത്തെ 8 പീസസാണ് എടുത്തിരിക്കുന്നത്. 8 പീസസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്ന 2 ലെയറായിട്ടാണ്. സോ മേലെ 3 ഇതളിൻ്റെ ഒരു ഫ്ലവറും പിന്നെ അതിൻ്റെ താഴെ 5 എണ്ണമായിട്ടാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ടോട്ടൽ 8 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതൊന്ന് കോണായിട്ട് മുറിച്ചെടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഈ ഗ്രോസ് ഗ്രെയിൻ റിബൺ ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ എന്താ പറയുന്നത്, സാറ്റിൻ റിബണോ ഇല്ലെങ്കിൽ ഓർഗൻസ റിബണോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇതാക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ടാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് അതിൻ്റെ കോണൊന്ന് മുറിച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇതേ ഷേപ്പിലാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതൊന്ന് ഉരുക്കി കൊടുക്കണം സൈഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് നൂലിങ്ങനെ പൊട്ടി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഓർഗൻസ റിബണും മറ്റേ സാറ്റിൻ റിബണൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും ഉറപ്പായും നമ്മൾ ഷുവറായിട്ട് ചെയ്ത് കൊടുക്കണം. ഗ്രോസ് ഗ്രെയിൻ ആയതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അത്ര ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ എന്നാലും ഒരു സേഫ് സൈഡിന് നമ്മളത് ചെയ്തെടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് വീതി കൂടിയ വശത്തുനിന്ന് നമുക്കൊന്ന് തുന്നി കൊടുക്കാം. ഇതേപോലെ വീതി കൂടിയ വശത്തുനിന്ന് അറ്റം ചേർന്ന്, സൈഡ് ചേർന്ന് നമുക്കൊന്ന് കോർത്തെടുക്കണം. അപ്പോൾ ഇതേപോലെ 3 എണ്ണം നമുക്ക് കോർത്തെടുത്ത് കഴിഞ്ഞാലാണ് ഒരു ഫ്ലവറായിട്ട് കിട്ടുക. 3 എണ്ണം സെയിം ഇതേ രീതിയിൽ കേട്ടോ. ഏറ്റവും വീതി കൂടിയ സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കോർത്തെടുക്കണം. അപ്പോൾ 3 എണ്ണം കോർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം, കെട്ടിക്കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലത്തെ 2 എണ്ണമാണ് വേണ്ടത്. ഒന്ന് 3 എണ്ണത്തിൻ്റെ ഇതളും പിന്നെ രണ്ടാമത്തത് 5 എണ്ണത്തിൻ്റെ ഇതളും. അപ്പോൾ അങ്ങനെ 2 എണ്ണമാണ് വേണ്ടത്. അതിന് പരസ്പരം ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ടൈറ്റ് മീൻസ് കെട്ടി കൊടുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്നൊന്നും അഴിഞ്ഞു പോരില്ല, പൊട്ടിപ്പോരൊന്നുമില്ല. നമ്മൾ ഈ സമയത്ത് ഇപ്പം ഗ്ലൂ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മോശമായി പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടെ സേഫായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തുന്നി കൊടുക്കുന്നത്. പിന്നെ ഇത് 2 എണ്ണം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് പരസ്പരം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത് B6000ൻ്റെ ഗമ്മാണ്. അപ്പോൾ കുറേ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്, B6000 ആണോ 7000 ആണോ എന്നുള്ളത്. രണ്ടും ഒരേ ക്വാളിറ്റി തന്നെയാണ്. ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമെങ്കിൽ പോലും ഒട്ടുന്നതെല്ലാം സെയിം രീതിയിൽ തന്നെയാണ്. അപ്പോൾ അത് ആ വീഡിയോയിൽ കാണുന്നത് പോലെ B6000 ഗം വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒട്ടിച്ചു കൊടുത്ത ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒരു സെൻറ്റർ സ്റ്റോണും വെച്ചിട്ട് ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ. ഇപ്പോൾ തന്നെ അത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ അലിഗേറ്റർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടിക് ടാക്കായിട്ട് യൂസ് ചെയ്യാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ ബോസ് ആണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഉള്ളതെങ്കിൽ ഹെയർ ബോസ് ആയിട്ടും നിങ്ങൾക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ എന്താണെങ്കിലും നല്ല ഭംഗിക്ക് തന്നെ കിട്ടട്ടെ. ഇപ്പോൾ ഈ വീഡിയോയിൽ ഫോട്ടോസ് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരെണ്ണം സെയിലായിട്ടാണ്. ഞാൻ ഇന്നലെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തത്, അപ്പോൾ തന്നെ അത് സെയിലായിപ്പോയി. പിന്നെ ഒരെണ്ണം ഞാൻ മോൾക്ക് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ 2 എണ്ണം ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ കസിൻസൊക്കെ വരുന്നുണ്ട്, അവരെയൊക്കെ ഒന്ന് കാണിച്ച് നോക്കണം. സെയിലായി പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പം ഈ സെൻറ്റർ സ്റ്റോണും കൂടെ ഒട്ടിച്ച ശേഷം ഞാനിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഒരു അലിഗേറ്റർ ക്ലിപ്പിനകത്തേക്കാണ് ഇത് ഒട്ടിക്കുന്നത്. ഇത് ക്യാൻവാസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കും. നിങ്ങളുടെ അടുത്ത് ഇപ്പം എന്താ പറയുക, സെയിലാക്കുന്നതിനാണെങ്കിൽ ഫെൽ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഇപ്പോൾ ഒരെണ്ണം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാൻ ജസ്റ്റ് ഫെൽ ഷീറ്റൊക്കെ ഒട്ടിച്ചേച്ചാണ് കൊടുത്തിരിക്കുന്നത്, പെട്ടെന്ന് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്.
ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് ഒരു ലീഫ് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മുന്നേ പറഞ്ഞ മാതിരി ഞാൻ ഓർഗൻസ റിബണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 4 സെൻറ്റിമീറ്ററിന് തന്നെ നീളത്തിലുള്ളത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതല്ല കേട്ടോ, അതിന് കുറച്ചും കൂടെ ഇതായിട്ട്, അതായത് സെൻറ്ററിലേക്ക് എന്നുള്ള രീതിയിൽ, നടുക്കിലേക്ക് എന്നുള്ള രീതിയിലൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുമ്പോൾ അത് ജസ്റ്റ് ഒന്നോടെ മടക്കണം. ഇനി ഒന്നോടെ അതിൻ്റെ 2 സൈഡും താഴത്തേക്ക് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പിന് കിട്ടും. ഞാൻ എന്നിട്ട് കത്രിക വെച്ച് മുറിച്ച ശേഷം ഒന്ന് എന്താ പറയണേ, ഉരുക്കി കൊടുത്തിട്ടുണ്ട്. ഉരുക്കി കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ അത് നല്ല കറക്റ്റായിട്ടിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കുകയോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ തയ്ച്ച് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. തയ്ച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഞാനിപ്പോൾ ഇത് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തയ്ച്ച് കൊടുത്ത ശേഷം ഇനിയിപ്പം ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിന്. എന്നിട്ട് അതിൻ്റെ നടുക്കുന്ന് ജസ്റ്റ് 2 ചെറിയൊരു വെട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലിഗേറ്റർ ക്ലിപ്സ് അതിന് ഉള്ളിൽ കൂടെ കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പം ഉള്ളിൽ കൂടെ കയറ്റിയ ശേഷം പിന്നെയാണ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്നൊന്നും ഇളകിപ്പോരില്ല. നല്ലപോലെ ഇത് കുറച്ച് സമയം ഇങ്ങനെ വെക്കണം കേട്ടോ. നമ്മൾ ഈ ഒട്ടിച്ച പാട് നമ്മളത് എടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പശ ഒട്ടത്തില്ല. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി എൻ്റെ അടുത്ത്, ഇതെന്താ ഒട്ടാതെ, വേഗം പറഞ്ഞു പോരുന്നല്ലോ. അപ്പം ഈ പശ ശരിക്കും ഒട്ടുന്നതിന് വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. അപ്പം നമ്മൾ ധൃതിയിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരാളുടെ ഓർഡർ ഉണ്ടല്ലോ, വേഗം ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ശരിക്കും ഒട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു ദിവസം മുന്നേ എങ്കിലും ഇതാക്കി നമ്മൾ വെക്കണം. എന്നാലാണ് അത് കറക്റ്റായിട്ട് ഒട്ടി വരുള്ളൂ. അങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ തന്നെ ഇത് കറക്റ്റായിട്ട് ഒട്ടിയിരുന്നോളും. പിന്നെ ഇത് നമ്മൾ ഒന്നില്ലെങ്കിൽ ക്യാൻവാസ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ എന്താണോ അത് വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. ക്യാൻവാസോ ഫെൽ ഷീറ്റോ എന്താണോ അവൈലബിൾ ഉള്ളത് എന്തെങ്കിലും വെച്ചിട്ട് അത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി പോരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഹെയർ ബോവിനകത്തോ എന്തിനകത്ത് വേണമെങ്കിലും ഒട്ടിക്കാമെന്ന്. അപ്പോൾ അത് ഹെയർ ബോസിനകത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ഭംഗിക്കല്ലേ നോക്കി, അത് ഒരൊറ്റ ഫ്ലവറാണ് വെച്ചിട്ടുള്ളതെങ്കിൽ പോലും നല്ല ഭംഗിക്ക് അത് കിട്ടിയിട്ടില്ലേ നോക്കി. അപ്പം ഞാനിതെന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 ഹെയർ ബോയും പിന്നെ 2 അലിഗേറ്റർ ക്ലിപ്പും എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ അത് വേഗം സെയിലായി പോയിട്ടുണ്ടായി എൻ്റെ. ഇപ്പോൾ ഇങ്കാട്ടോ സെയിലായേ. പിന്നെ ബ്ലൂ അല്ല, ഈ യെല്ലോ ഞാൻ മോൾക്ക് തന്നെ വെച്ചിട്ടുണ്ടായി. അങ്ങനെ 2 എണ്ണം എനിക്ക് അപ്പം തന്നെ ഓക്കെ ആയി. മാച്ചിങ് ഡ്രസ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വേഗം തന്നെ അങ്ങനെയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.